ഹലോ മിസ്സിരിയ. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദോശയും ചട്നി സാമ്പാർ ചമ്മന്തി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ദോശക്ക് ഇവിടെ 40 രൂപയാണ്. പ്ലെയിൻ ദോശ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, നൈസായിട്ടുള്ള ദോശ. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് അടുത്തത് ബോട്ട് സർവീസ് നടത്തുന്നതിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന സ്ഥലങ്ങളാണ് ഈ ബോട്ടിങ്, ഗുണ കേവ്, സൂയിസൈഡ് പോയിൻ്റ്, ലേക്ക് വ്യൂ പോയിൻ്റ്, അങ്ങനെയൊക്കെ. ഏതെങ്കിലും ഒന്നോ രണ്ടത്തിലൊക്കെ കയറിക്കേണ്ടി നമുക്ക് പിന്നെ എവിടെയെങ്കിലും സ്ഥലത്ത് കുറച്ച് കുട്ടികളെ കളിക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ടാണ്. എപ്പോഴും കാണുന്നത് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. ഞങ്ങൾ 4 പേർക്കും കൂടി 20 മിനിറ്റിന് 500 രൂപ, അങ്ങോട്ടും 10 മിനിറ്റ് ഇങ്ങോട്ടും 10 മിനിറ്റ്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ടതാണ്. ഇവിടെ വന്നിട്ട് ബോട്ടിംഗ് സർവീസിൽ കയറിയിട്ടില്ല. ഊട്ടിയിലൊക്കെ പോയിട്ട് കയറിയിട്ടുണ്ട്. ഊട്ടിയിൽ തവണ ഇത് സൈഡ് ഇങ്ങനെ മുങ്ങാൻ പോണ ലെവലൊക്കെ ആകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ബോട്ടിങ്ങിൽ കയറുന്നത്. എനിക്ക് അത്യാവശ്യം പനിക്കണുണ്ടായിരുന്നു. ഈ വെയിലും ഉണ്ട്, എന്നാൽ നല്ല തണുത്ത കാറ്റുമാണ്. ആ കാണുന്നത് തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കണതിൻ്റെ മരമാണെന്നാണ് ഇതിൻ്റെ ആൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 10 മിനിറ്റ് അങ്ങോട്ടും 10 മിനിറ്റ് ഇങ്ങോട്ടും, അങ്ങനെയാണ് ഇതിന് സർവീസ് ഉള്ളത്. നല്ല കാറ്റ്, നല്ല കാറ്റ്. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല, ഒക്കെ പൊട്ടിച്ചാടും എന്നുള്ള ലെവലിലേക്കുള്ള കാറ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഇവരോട് ചോദിച്ചു നോക്കുമ്പോൾ ആടിമാസമാണ്. അപ്പോൾ ആടിമാസത്തിൻ്റെ കാറ്റാണ്, അത് ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എത്തി. അപ്പോൾ അവിടെ ചേനയൊക്കെ ഉണ്ട്. പക്ഷേ ചേന എനിക്ക് അത്ര തോന്നിയില്ല. ഇന്നലെ നല്ല ചൂടുണ്ട് വാങ്ങിച്ചപ്പോൾ ഇന്ന് ചൂടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങി. പക്ഷെ അവർ തരുന്നത് പേപ്പറിലാണ്, പേപ്പർ പ്ലേറ്റ് അങ്ങനെയൊന്നുമില്ല, വെറും പേപ്പറിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോക്കേഴ്സ് വാക്കിൽ പോയി. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ കുറേ സമയം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു, കുട്ടികളെ കുറച്ച് നേരം കളിച്ചു. ആ ഒരു ബൈനോക്കുലറിലൊക്കെ നമുക്ക് അവിടെ അങ്ങനെ ദൂരെയുള്ള വ്യൂകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലിട്ട് 1872 ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കണമെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അവർ കാണിച്ചിട്ടും ചെയ്തു ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നല്ല ഭംഗിയുള്ള, ഇപ്പോൾ കോട കുറച്ച് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നല്ല വ്യൂ ആണ്. ഒരു സൈഡിൽ ഫുള്ള് കടകളൊക്കെയാണ്. ഈ ഭാഗത്ത് കൊടൈക്കനാൽ വന്നിട്ടുള്ള നമ്മൾ സാധാരണ തെരുവ് കൂടെ കാണുന്ന പൂക്കൾ കേട്ടോ. അങ്ങനെ അവർ ഉണ്ടാക്കിയതല്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന പൂക്കളാണ്. അങ്ങനെ ഒരുപാട് പൂക്കളുകൾ ഇവിടെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്താണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാ വെച്ച് ഇതൊക്കെ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്നാ ചെടികൾ പ്രാന്താകൊണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ കോക്കേഴ്സ്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഒരു ഉച്ച വരെയൊക്കെ അവിടെ തന്നെ ഇരുന്നു. നല്ല താഴത്തുനിന്ന് നല്ല തണുത്ത കാറ്റും ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കൊടൈക്കനാലിൽ നിൽക്കാം എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് പനി ഏറ്റവും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാബ്ലറ്റൊക്കെ വാങ്ങി കഴിച്ചു. ഒക്കെ കഴിച്ചിട്ട് കുറച്ച് മൂക്കൊക്കെ അടച്ചിട്ടായിരുന്നു കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടിയപ്പോഴാണ് ഇച്ചിരി വെയിലൊക്കെ കൊള്ളാച്ചിട്ടാണ് അതിൽ കൂടെ ഇങ്ങനെ നടന്നത്. വെയിലെന്ന് ഉള്ളൂ, പക്ഷേ നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോവാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷെ താഴത്തേക്ക് എത്തിയപ്പോഴത്തേക്കും പ്ലാന് വേറെ മാറുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 5 ദിർഹം എന്നാണ് കേട്ടോ എപ്പോഴും വരുന്നത്. 5 രൂപയുള്ളൂ ഇവിടെ ബൈനോക്കുലറിൽ കാണാൻ. നല്ല വ്യൂ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പോയിട്ടില്ല, കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. പിന്നെ ഇപ്പം എന്താ കഴിഞ്ഞാൽ അതിൽ കൂടെ നോക്കണമെന്ന് വിചാരിക്കണം. പിന്നെ ഇത് അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. റിനുവാവ കുറേ കരഞ്ഞു എനിക്ക് ഷൂട്ടിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താ തിരക്കും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണ്ട വെച്ചിട്ട് പോന്നു. പിന്നെ വേറെ എവിടെയും കണ്ടതാക്കാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വേറെ എവിടെ പിന്നെ കാണുകയും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു. നല്ല രസമാണ് കേട്ടോ. നമ്മൾ എത്ര വന്നാലും നമുക്കൊരു നല്ല രസം തോന്നുന്ന സ്ഥലമാണിത്. ഇവിടെ ചെറിയൊരു കോഫി കഫേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒരു ജിഞ്ചർ ടീ അങ്ങനെ കിട്ടരും. അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഈ തണുപ്പൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഇപ്പോൾ സോനുട്ടി അവൾ റീൽസ് എടുക്കാനുള്ള എൻ്റെ മുകളിൽ കയറി ചാടി ഇറങ്ങിയിട്ട് വരികയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഇനി അടുത്ത ഇതിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി.
കുഴപ്പമില്ല. 100 സംതിങ് അങ്ങനെ 130 അങ്ങനെ തെറ്റിയാണ് ചോറ്. അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ലാതെ മാത്രം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ലേക്ക് വ്യൂ, അടിപൊളി ലേക്ക് വ്യൂ. അങ്ങനെ ഒരുപാട് പറയാൻ മാത്രമൊന്നുമില്ലെങ്കിലും നമ്മൾ ലേക്ക് കിലോമീറ്ററോളം കിടക്കുന്ന ലേക്ക് ഒരു അമീബയുടെ രൂപത്തിൽ നമുക്ക് ഇവിടെ മുകളിൽ കയറി നിന്നാൽ കാണാം. പിന്നെ നല്ല തണുത്ത കാറ്റും നല്ല ഭംഗിയുണ്ട്. സത്യത്തിലൊരു വൈകുന്നേരം ആ ടൈമിലൊക്കെ ആണത് കാണാൻ. ഞങ്ങൾ 2 മണി 3 മണി ആ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതെ, 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. അങ്ങനെ ലേക്ക് വ്യൂ പോയിൻ്റ് അങ്ങനെ ഒരുപാട് ഇതുണ്ടെന്നൊന്നും പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കാണാൻ. അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോണത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവിലേക്ക് എത്രയോ വട്ടം വന്നിക്കണം, എന്നാലും നമ്മൾ മഞ്ഞുമൽ ബോയ്സ് വന്നതിന് ശേഷം നമ്മൾ ഗുണ കേവിലേക്ക് പോയിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ റിനുവാക്കും സോണിറ്റിക്കും ഭയങ്കര ആഗ്രഹം ഇത് കാണൽ. കുഞ്ഞായിരിക്കുമ്പോൾ വന്നതല്ലേ, അപ്പോൾ അവർക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുണ കേവ് കാണാൻ വേണ്ടി വന്നിക്കണം. എവിടെ പോയിട്ടും ഇത്രത്തോനെ ആൾക്കാരെ കണ്ടില്ല, പക്ഷെ ഇവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ. അവിടെ ഓരോരുത്തർ, ഇവിടെയാണ് അവിടെ ഇവിടെയാണ് സുഭാഷ് ചാടിക്കണം, അവിടെയാണ് സുഭാഷ് ചാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ മോന് സുഭാഷേന്ന് വിളിച്ചു നോക്കിയത്. അപ്പോൾ കുട്ടേട്ടാന്നുണ്ട് അവിടെ നിന്ന് വിളി കേട്ടു എന്നാണ് അവൻ പറയണത്. നമ്മളെ കൊടൈക്കനാലിൻ്റെ മലനിരകളാണ് ഈ കാണുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത മലനിരകൾ. കുറേ നേരം ഞങ്ങൾ എത്തിയിട്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടോ, എന്നാലും നമ്മൾ കുറേ നേരം അത് ക്ലോസ് ചെയ്യണവരെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരു ആ സിനിമ കണ്ടതിന് ശേഷം എന്നാവും അവിടെ ഒരു പേടി തോന്നുക. മറ്റേത് അവിടെ പോയാൽ ഞങ്ങൾ കുറച്ച് നേരം കാണും, ഇങ്ങോട്ട് പോരും എന്നല്ലാതെ ഇപ്രാവശ്യം പോയി നോക്കുമ്പോൾ വല്ലാത്തൊരു നിഗൂഢത. ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുക. നമുക്കൊരു പേടിയൊക്കെ തോന്നും. നിറയെ കുരങ്ങന്മാരാട്ടോ. ഇവർ എടുത്ത് വന്നിരിക്കണമെന്ന് നമ്മൾ അറിയൂല. ഞാനിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് മൂത്രമൊഴിച്ചതിന് ശേഷം കുരങ്ങ് വന്ന് മൂത്രമൊഴിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അടുത്തിരിക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞത്. എല്ലാവരും ചിരിച്ച് നോക്കുമ്പോഴാണ്, എന്താച്ചും നോക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് മരത്തുമ്മ കയറിയിട്ട് മൂത്രമൊഴിക്കണം. അങ്ങനെ ഒരു അടുത്ത് വന്നിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു പ്രത്യേക ഒരു തണുപ്പാണ് ഇവിടെ. എല്ലായിടത്തും പോലെ ഒരു പ്രത്യേക തണുപ്പാണ് ഇവിടെ. ഒരുപാട് ആൾക്കാരാണ്. എൻ്റെ കുഞ്ഞി സ്ലോത്താണ് ഈ നിൽക്കുന്നത്. ഞങ്ങൾ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അമ്മച്ചി എൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓൻ്റെ വീഡിയോസൊക്കെ എടുത്തതാണത്. ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല. അത് കണ്ടുനോക്കുമ്പോൾ സോനുട്ടിക്കും അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വീഡിയോ എടുക്കണം. അങ്ങനെ രണ്ടാളുടെയും വീഡിയോസ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ട് അന്ന് മറ്റേ ലൂസിഫർ ഇറങ്ങിയ സമയം, അന്ന് അനിയത്തിയുടെ ഭർത്താവ് അതിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഇതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിട്ടിട്ട് അപ്പോൾ തന്നെ വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരം ആയതോടുക്കനെ കൂടിയിട്ട് എനിക്കിങ്ങനെ പനി വരൽ തുടങ്ങി. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് എന്തായാലും കൊടൈക്കനാൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ പോണ പോക്കിലാണ് നമ്മൾ കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ രാത്രി വൈകുന്നേരത്തോടുക്കനെ ഞങ്ങൾ ചുരം ഇറങ്ങി രാത്രി ആണ് ഞങ്ങൾ തേനിക്കെത്തി. ഞങ്ങളങ്ങനെ തേനിക്കെത്തിയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ തേനി, തെങ്കാശി, അങ്ങനെ മൂന്നാർ അങ്ങനെയുള്ള വീഡിയോസുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിനോട് ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവുകയാണ് അടുത്ത പ്രാവശ്യം. പക്ഷേ ഇപ്പോൾ എങ്ങനെയായാലും എവിടേക്കാണ് പോകേണ്ടത് വെച്ചാൽ ഞാൻ ആദ്യം പറയാം കൊടൈക്കനാൽ, ഊട്ടി. മൈസൂരൊക്കെ പിന്നെ ഉള്ളൂ. കൊടൈക്കനാൽ, ഊട്ടി എന്നാണ് ആദ്യം പറയുക. പക്ഷേ എന്നാൽ കാണാൻ ഏറ്റവും ഭംഗി കൊടൈക്കനാലിനെക്കാട്ടി ഊട്ടിനെക്കാട്ടി ഭംഗിക്ക് ഇഷ്ടം മൂന്നാറാണ്. പക്ഷേ എവിടെയെങ്കിലും പോകണം ചേച്ചി കൊടൈക്കനാൽ, ഊട്ടി എന്നാണ് പറയുക. ഒരു പ്രത്യേക ഒരു മാനസിക അങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.